ലോകത്തെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരാഴ്ച പിന്നിടുകയാണ്. പുരാതന കാലം മുതൽ തന്നെ യഹൂദനും ഇറാനുമായി വിവിധ നിലകളിലുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളിന്റെ ചരിത്രത്തിൽ ഇറാൻ നിർണായകമായ ഒരു രാജ്യമാണ്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിൽ 29 തവണ പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പിൽക്കാല ക്രൈസ്തവ സഭാചരിത്രത്തിൽ പോലും നിർണായകമായ പങ്കാളിത്തമുള്ള ഒരു രാജ്യമായിരുന്നു ഒരു കാലത്ത് പേർഷ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ ഇറാൻ. മാത്രവുമല്ല, ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടും ഇറാന് പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ് ബൈബിളിൽ ഇറാനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ? എന്താണ് ഇറാന്റെ ക്രിസ്തീയ ചരിത്രം? പ്രവചനങ്ങളിൽ ഇറാന്റെ റോൾ എന്താണ്? നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണുകയോ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ, സാംസ്കാരിക നേതാക്കളുടെ പ്രസ്താവനകൾ ഒക്കെ വീക്ഷിക്കുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചത് തെറ്റാണ് എന്ന ഒരു പൊതുബോധമാണുള്ളത്. ഇസ്രായേൽ അധാർമികമായാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നാണ്. എന്താണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം? പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഇസ്രായേൽ തെമ്മാടിത്തരമാണോ കാണിക്കുന്നത്? ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഇന്നുവരെ അംഗീകരിക്കുവാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ അംഗീകരിക്കണമെന്ന് അവർക്ക് വലിയ നിർബന്ധവുമില്ല. കാരണം 10,500 കിലോമീറ്റർ അപ്പുറത്താണ് ഈ രാജ്യം കിടക്കുന്നത്. സത്യത്തിൽ അവിടെ പോയി അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇറാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വഴിയെ പോകുന്ന വയ്യാവേലി തോട്ടി കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് ഇറാൻ എക്കാലത്തും ഇസ്രായേലിനെതിരെ നിലപാടുകൾ എടുക്കുകയും അവിടുത്തെ സംഘർഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇറാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? ഇസ്രായേലിന് ചുറ്റും ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത നിരവധി മിലിഷ്യ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചെടുത്ത് നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പല പേരിലാണ് ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ സാഹചര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഒന്നാമത്തെ ഗ്രൂപ്പ് ഹമാസ് ആണ്. അതിർത്തിയിലെ മതിലിനപ്പുറത്ത് നിന്നുകൊണ്ട് കല്ലെടുത്തെറിയുക, ബോംബുണ്ടാക്കി എറിയുക, ഇതൊക്കെയാണ് അവരുടെ കലാപരിപാടികൾ. 2023 ഒക്ടോബർ 7 മതിൽ തകർത്ത് അകത്ത് കയറി 1200 ഇസ്രായേലികളെയാണ് അവർ കൊന്നുകളഞ്ഞത്. സ്ത്രീകളെയും കുട്ടികളെയും വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. 251 പേരെ തട്ടിക്കൊണ്ടുപോയി. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഹിസ്ബുള്ള. ലെബനനിൽ താവളം ഉറപ്പിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കലാപരിപാടി. മൂന്നാമത്തെ ഗ്രൂപ്പ് ഹൂതികളായിരുന്നു. യമനിലെ ഹൂതികൾ കടലിൽ കൂടെ പോകുന്ന ഇസ്രായേലിന്റെ കൊടി വെച്ച എല്ലാ കപ്പലുകളെയും ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഈ 3 തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും പണം കൊടുത്ത്, ആയുധങ്ങൾ കൊടുത്ത് നിലനിർത്തിയിരുന്നത് ഇറാനാണ്. അപ്പോൾ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ ഇറാൻ അണിയറയിൽ നിന്നുകൊണ്ട് മുൻപിൽ നിർത്തി ഈ ഭീകര സംഘടനകളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം. എന്നാൽ 2023 ഒക്ടോബർ 7 ഉണ്ടായ ദുഃഖകരമായ സംഭവത്തോടുകൂടെ കളം മുഴുവൻ മാറി. ഇസ്രായേൽ നേരിട്ട് ഒന്നൊന്നായി ഈ തീവ്രവാദി സംഘങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞാൽ മുഴുവനായി ശരിയല്ല, എങ്കിൽ പോലും അവരുടെ ശക്തിയെ ഒരു 80% 90% തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതുകൊണ്ട് ഇസ്രായേലിന് അങ്ങ് നിർത്തിക്കൂടായിരുന്നു. എന്തിനാണ് ദൂരത്ത് കിടന്നിരുന്ന ഇറാനെ പോയി ആക്രമിച്ചത്? ഇതാണ് ചോദ്യം. അതിൻ്റെ യഥാർത്ഥ ഉത്തരമെന്ന് പറയുന്നത് ഇറാൻ എക്കാലത്തും ഇസ്രായേലിനെ തുടച്ചു നീക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളതാണ്. ഇപ്പോഴിതാ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആണവായുധം നിർമ്മിച്ച് അതൊരു ബാലിസ്റ്റിക് മിസൈലിൽ ഘടിപ്പിച്ച് അയച്ച് ഒരു പരീക്ഷണം നടത്തുവാനുള്ള ആദ്യത്തെ ശ്രമം പോലും ഒരുപക്ഷെ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ടായിരിക്കുമെന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആണവ പരീക്ഷണങ്ങളെയും ആണവ ശക്തിയെയും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ പെട്ടെന്ന് ഇറാനെതിരെ ആക്രമണങ്ങളുമായി മുന്നോട്ട് വന്നത്. ഇറാന് സംഭവിച്ചിരിക്കുന്ന തകർച്ച എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. നിരന്തരമായി ഇറാനിലെ എല്ലാ പട്ടണങ്ങളും തന്നെ, പ്രത്യേകിച്ച് ടെഹ്റാൻ, ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്നാൽ ഞാൻ പറയുവാൻ പോകുന്നത് വേദപുസ്തകവുമായി ബന്ധപ്പെട്ട ഇറാനുള്ള പ്രാധാന്യം എന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഇറാനെക്കുറിച്ച് എന്തൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്? അവിടെ നടന്ന ഏതൊക്കെ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്?
ആ ചരിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിനോട് എന്തെങ്കിലും വിയോജിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ പറയുവാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതൊക്കെ പുതിയ നല്ല വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, പുരാതന പേർഷ്യൻ സാമ്രാജ്യം ബൈബിളിൽ. ചരിത്രപരമായി നോക്കിയാൽ ബൈബിളിലെ പഴയ നിയമത്തിലെ പല സംഭവങ്ങളും പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 550ഓടെ സൈറസ് ദ ഗ്രേറ്റിൻ്റെ നേതൃത്വത്തിൽ ടൈഗ്രീസ് നദീതടത്തിൽ ഉദയം കൊണ്ട പുരാതന പേർഷ്യൻ സാമ്രാജ്യം അക്കിമെനീഡ് സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെടുന്നു. അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ഇത്. അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രബല ശക്തിയായിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കിക്കൊണ്ടാണ് പേർഷ്യൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ ബാബിലോണിൽ നേരത്തെ തന്നെ യഹൂദന്മാർ പ്രവാസികളായിട്ടുണ്ടായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം ബാബിലോണിനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർക്കും പേർഷ്യയ്ക്കും യഹൂദന്മാരുമായിട്ട് സ്വാഭാവികമായ ബന്ധങ്ങളുണ്ടായി. ബാബിലോൺ പ്രവാസത്തിലായിരുന്ന യഹൂദന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളായ എസ്ര, നെഹമ്യാവ്, എസ്തേർ, ദാനിയേൽ എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിലെ ചരിത്രവും സംഭവങ്ങളും വ്യക്തികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് രചിക്കപ്പെട്ടവയുമാണ്. 2, കോരശ്, യഹോവയുടെ അഭിഷിക്തൻ. വിജാതീയനായ കോരശ്, അതായത് സൈറസ് ദ ഗ്രേറ്റ്, അദ്ദേഹത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നാണ്. ഇത് യഹൂദ വീക്ഷണത്തിൽ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം യഹൂദന്മാരാണ് ദൈവത്തിൻ്റെ ജനമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ വിജാതീയനായ ഒരാളെ ദൈവം തൻ്റെ ദാസനായി പറയുന്നു. യഹൂദന്മാരെ ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ജെറുസലേമിലേക്ക് തിരികെ അയക്കുവാനും അവരുടെ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുവാനും അനുവദിച്ച കോരശ് രാജാവിൻ്റെ കൽപ്പന ഒരു ദൈവിക ഇടപെടലായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. സൈറസ് സിലിണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാവസ്തു രേഖകളിലും ഈ സംഭവം ചിത്രീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 538 ഇത് സംഭവിക്കുന്നതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, എസ്തേർ രാജ്ഞിയും പേർഷ്യൻ രാജകൊട്ടാരവും. എസ്തേറിന്റെ പുസ്തകം പേർഷ്യൻ സാമ്രാജ്യത്തിലെ ശൂഷൻ എന്ന തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന് ആ നഗരത്തിന്റെ പേര് ഷുഷ് എന്നാണ്. അഹശ്വേരോശ് എന്ന രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. യഹൂദന്മാരെ ഒരു വംശഹത്യയിൽ നിന്ന് രക്ഷിക്കുന്ന കാര്യമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേറിന്റെ ഒരു ധീര നടപടിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് പുരീം എന്ന പേരിൽ യഹൂദന്മാർ അന്നുണ്ടായ ആ വിടുതലിനെ ആഘോഷിച്ച് ഉത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം പേർഷ്യൻ രാജകൊട്ടാരത്തിലെ ആചാരങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ പിൽക്കാല ലോകത്തിന് ഒരു ഉൾക്കാഴ്ച നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇനി നാലാമത്തേത്, ദാനിയേൽ പ്രവാചകനും പേർഷ്യൻ ഭരണാധികാരികളും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ബാബിലോൺ പ്രവാസത്തിൻ്റെയും പേർഷ്യൻ ഭരണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുകയും പേർഷ്യൻ രാജാക്കന്മാരായ ബെൽഷസറിൻ്റെയും ദാര്യാവേഷിൻ്റെയും കോരശിൻ്റെയും കാലഘട്ടങ്ങളിൽ അവരുടെ സ്വപ്നങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചതും ഈ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം, യഹൂദന്മാരുടെ സ്വദേശത്തേക്കുള്ള മടങ്ങിപ്പോക്കും യെരുശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണവും. പേർഷ്യൻ രാജാക്കന്മാരായ കോരശ്, ദാര്യാവേശ്, അർത്ഥഹ്ശഷ്ടാവ് എന്നിവരുടെ പിന്തുണയോടെ യഹൂദന്മാർക്ക് യെരുശലേമിലേക്ക് തങ്ങളുടെ പ്രവാസത്തിൽ നിന്നും മടങ്ങിപ്പോകുവാനും തങ്ങളുടെ ദേവാലയം പുനർനിർമ്മിക്കുവാനും സാധിച്ചു. എസ്ര, നെഹമ്യാവ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. പേർഷ്യൻ ഭരണാധികാരികൾ യഹൂദന്മാരുടെ മതപരമായ കാര്യങ്ങളിൽ വലിയ തോതിൽ ഇടപെടുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തില്ല. അവരുടെ സ്വദേശമായ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുവാനും യെരുശലേം ദേവാലയം നിർമ്മിക്കുവാനും അവർക്ക് സഹായം നൽകി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അന്നത്തെ ആ രാജാക്കന്മാരുടെ മതപരമായ സഹിഷ്ണുതയുടെ ഭാഗമായി കൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആറാമത്തെ കാര്യം, മേദ്യ പേർഷ്യൻ സാമ്രാജ്യം. ദാനിയേൽ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ ബാബിലോണിയയ്ക്ക് ശേഷമുള്ള ലോകശക്തിയായി മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് ഈ രാജാവ് ഈ സ്വപ്നം മറന്നുപോകുന്നു. താനൊരു സ്വപ്നം കണ്ടു എന്നുള്ളത് നെബൂഖദ്നേസറിന് അറിയാം. എന്നാൽ എന്താണ് സ്വപ്നമെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം രാജ്യത്തെ മന്ത്രവാദികളെയും വിദ്വാൻമാരെയും പണ്ഡിതന്മാരെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന്
എന്താണ് ഞാൻ കണ്ട സ്വപ്നമെന്ന് നിങ്ങൾ അറിയിക്കണം, അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഒരിക്കലും സാധ്യമല്ലാത്ത ഈ കാര്യം ചോദിച്ചത് രാജാവിനെ പോലെ ഒരാൾ ഇങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല എന്നുള്ള നിലയിൽ ഈ മന്ത്രവാദികളൊക്കെ സംസാരിച്ചു. കോപിഷ്ഠനായ രാജാവ് ഇവരെ എല്ലാം കൊന്നുകളയുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ആ രാജ്യത്തേക്ക് അടിമകളായി കൊണ്ടുവരപ്പെട്ട യഹൂദന്മാരിൽ വിദ്യാസമ്പന്നരായ ദാനിയേലിനെ പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദാനിയേൽ ഈ വിവരം അറിയുകയും ദാനിയേൽ രാജാവിൻ്റെ സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറയാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദാനിയേൽ നെബൂഖദ്നേസറിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുന്നു. ദാനിയേൽ കൃത്യമായി തലേദിവസം രാത്രി നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം വിവരിക്കുന്നു. ആ സ്വപ്നം ഇതാണ്: വലിയ ഭീമാകാരമായ ഒരു പ്രതിമ. ആ പ്രതിമയുടെ തല തങ്കം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നെഞ്ചും കൈകളും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുടകൾ ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. ഇനി കാലുകളിലേക്ക് വരുമ്പോൾ അത് ഇരുമ്പും കളിമണ്ണും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് രാജാവ് കണ്ടിരിക്കുന്ന സ്വപ്നം. അങ്ങനെ രാജാവ് ഈ സ്വപ്നത്തിലേക്ക്, ആ ബിംബത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നെന്നറിയാത്ത ഒരു കല്ല് പറന്നു വന്ന് ഈ പ്രതിമയുടെ കാലിൽ അടിക്കുന്നു. ഈ പ്രതിമ സമൂലമായി തകർന്നു പോകുന്നു. ഇതാണ് രാജാവിൻ്റെ സ്വപ്നം. ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് ദാനിയേൽ കടക്കുന്നു. ഈ പ്രതിമ വിവിധ കാലഘട്ടങ്ങളിലുള്ള സാമ്രാജ്യങ്ങളെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് തല തങ്കം കൊണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന് ശേഷം അടുത്ത ഒരു സാമ്രാജ്യം വരും. അത് വെള്ളി കൊണ്ടുള്ളതാണ്. അതിനുശേഷം വരുന്നത് താമ്രം കൊണ്ടുള്ളതാണ്. പിന്നീട് ഇരുമ്പും കളിമണ്ണും ചേർന്നുള്ള വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളോടുകൂടിയ വ്യത്യസ്ത ശക്തികളുള്ള സാമ്രാജ്യങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമെന്നുള്ള ദർശനമാണ് ഈ സ്വപ്നത്തിലൂടെ രാജാവിന് ലഭിച്ചിരിക്കുന്നതെന്ന് ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോഴത്തെ നെബൂഖദ്നേസറിന്റെ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം വരുവാൻ പോകുന്നത് വെള്ളി കൊണ്ടുള്ള ഈ പ്രതിമയുടെ ഭാഗം, 2 കരങ്ങൾ ചേർന്ന വെള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നെഞ്ചുഭാഗം സൂചിപ്പിക്കുന്ന മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ദാനിയേൽ പ്രവചിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ വീണ്ടും മറ്റൊരു ദർശനം ദാനിയേൽ കാണുന്നുണ്ട്. അത് 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ. ഈ ആട്ടുകൊറ്റൻ്റെ കൊമ്പുകൾ വ്യത്യസ്ത ദിശയിലേക്ക് നീണ്ടിരിക്കുന്നു. അത് വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും ഇടിക്കുന്ന കാഴ്ചയുണ്ട്. ഈ ആട്ടുകൊറ്റനും മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെയും വ്യാപനത്തെയും ഒക്കെ ഈ ആട്ടുകൊറ്റൻ സൂചിപ്പിക്കുന്നു. ഇനി 7-ാമത്തെ കാര്യം, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയും സാംസ്കാരിക സ്വാധീനവും. എസ്തർ 1:1 പേർഷ്യൻ സാമ്രാജ്യം ഇന്ത്യ മുതൽ കൂശ് വരെയുള്ള 127 പ്രവിശ്യകളിൽ വ്യാപിച്ചു കിടക്കുന്നതായി പറയുന്നു. ഇത് പേർഷ്യയുടെ വിശാലമായ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെയും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ ഭരിക്കാൻ പേർഷ്യക്കാർക്ക് ഒരു മികച്ച ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു എന്ന് ബൈബിളിലെ പരാമർശങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് 8-ാമത്തെ കാര്യം, പേർഷ്യൻ നിയമങ്ങൾ. പേർഷ്യൻ രാജാവിൻ്റെ വാക്കുകളെക്കുറിച്ച് മേദ്യരുടെയും പാർസികളുടെയും മാറ്റമില്ലാത്ത നിയമമെന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് പേർഷ്യൻ ഭരണത്തിൽ നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും രാജാവ് ഒരു നിയമം പുറപ്പെടുവിച്ചാൽ അതിനെ മാറ്റാൻ കഴിയുകയില്ല എന്നും സൂചിപ്പിക്കുന്ന കാര്യമാണ്. രാജാവിൻ്റെ വാക്കുകൾ അന്തിമ തീരുമാനമാകുന്നതായിരുന്നു ആ നിയമത്തിൻ്റെ പ്രത്യേകത. 9-ാമത്തെ കാര്യം, പുതിയ നിയമത്തിലെ പേർഷ്യൻ ബന്ധം. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനന സമയത്ത് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. ആ വിദ്വാൻമാർ അല്ലെങ്കിൽ ജ്ഞാനികൾ പേർഷ്യൻ പുരോഹിത വർഗത്തിൽപ്പെട്ടവരോ പേർഷ്യൻ ജ്യോതിഷ പാരമ്പര്യമുള്ളവരോ ആയിരിക്കാനാണ് സാധ്യതയെന്ന പ്രബലമായൊരു വാദമുണ്ട്. ഇത് സ്വരാഷ്ട്രീയൻ മതത്തിലെ ഒരു പുരോഹിത വർഗത്തിലെ അംഗങ്ങളായിരുന്നു എന്നും പറയുന്നവരുണ്ട്. ഈ വിദ്വാൻമാർ ഇന്ത്യയിൽ നിന്നാണ് ചെന്നതെന്ന ഒരു വാദം കൂടെ ഉണ്ട്. നമുക്കത് വ്യക്തമല്ല എങ്കിലും പേർഷ്യയ്ക്ക് ഈ കാര്യത്തിലുള്ള പ്രാധാന്യം സൂചിപ്പിക്കുന്നതിന് നമുക്ക് ഈ കാര്യം കൂടെ പറയാവുന്നതാണ്. ഇനി 10-ാമതായിട്ട് പുരാതന ഇറാനിയൻ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൽ പല പരാമർശങ്ങളുണ്ട്. അതിലൊന്ന് എലാം എന്ന സ്ഥലത്തെക്കുറിച്ച് ഉൽപ്പത്തി 10:22 പറയുന്നുണ്ട്, മറ്റു പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. പിന്നെ ശൂഷൻ രാജധാനി ഇരുന്നിരുന്ന സ്ഥലം, പാഴ്സ് എന്ന് പറയുന്ന സ്ഥലം, ഇങ്ങനെ പല സ്ഥലങ്ങളെക്കുറിച്ച് ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ഇതെല്ലാം ഈ
പേർഷ്യൻ ഭൂപ്രദേശത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ഇറാൻ ഭൂപ്രദേശത്തിന് ബൈബിളിൻ്റെ ഭൂമിശാസ്ത്രവുമായിട്ടും ചരിത്രവുമായിട്ടൊക്കെ ഉള്ള വളരെ അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പുരാതന പേർഷ്യയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഇറാന് ക്രൈസ്തവ സഭാചരിത്രത്തിൽ നിർണായകമായ ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. അത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണ സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകളിൽ പാർത്യരും മേദ്യരും അവിടെ സന്നിഹിതരായിരുന്നു എന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: അന്ന് അവിടെ കൂടി വന്നിരുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിരവധി പേര് ഈ പേർഷ്യയിൽ നിന്ന് വന്നവരായിരുന്നു. അവർ ഈ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം കാണുകയും അവരതിൽ വിശ്വസിക്കുകയും അവർ തിരിച്ചുപോയി ഒരുപക്ഷെ അവിടുത്തെ ആദ്യത്തെ ക്രിസ്ത്യാനികളായി ജീവിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പേർഷ്യയിൽ ക്രൈസ്തവ വിശ്വാസം ശക്തി പ്രാപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: പേർഷ്യയെക്കുറിച്ച് ഏകദേശം 30ഓളം തവണ ബൈബിളിൽ പരാമർശങ്ങളുണ്ട്. മാത്രവുമല്ല, എസ്രാ, നെഹമ്യാവ്, എസ്തർ, യെഹസ്കേൽ, ദാനിയേൽ തുടങ്ങിയ പുസ്തകങ്ങളിൽ ഇത് ചിതറിക്കിടക്കുന്നു. ആ പുസ്തകങ്ങൾ പലതും ഈ പേർഷ്യയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടവയാണ്, അവയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സൈറസ് അല്ലെങ്കിൽ കോരേസ് രാജാവിനെ കുറിച്ച് 19 വാക്യങ്ങളിൽ 23 തവണ ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതെല്ലാം ബൈബിൾ വിവരണങ്ങളിൽ പേർഷ്യയ്ക്കുള്ള പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, സംഘർഷങ്ങൾ ലോകത്തെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്: ബൈബിളിൻ്റെ ചരിത്രത്തിൽ ഇറാന് പഴയ പേർഷ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇന്ന് ഇറാനിൽ ഒരു മതഭരണകൂടമാണുള്ളത്. ആ ഭരണകൂടം ക്രൈസ്തവർക്കെതിരെ, യഹൂദർക്കെതിരെ അതിശക്തമായ നിലപാടുകളുമായി മുൻപോട്ട് പോവുകയാണ്. ഇനി ക്രൈസ്തവ സഭാചരിത്രത്തിൽ തന്നെ ഇറാന് വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വീഡിയോ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.